നമസ്കാരം. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഇത് ഗജരാജ പട്ടം പലതവണ നേടിയ തെച്ചിക്കോട്ടുകാവ് ദേവീദാസൻ എന്ന ഗജവീരനാണ്. ഇവൻ പെരുന്നേ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് രാവിലത്തെ ശിവേലിക്ക് എഴുന്നള്ളത്തിനായി എത്തിയതാണ്. ആനപ്രേമികളുടെയൊക്കെ ഇഷ്ടത്തോഴനും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ശാന്ത സ്വഭാവക്കാരനായ ഒരു ആനയുമാണ്. ഇവനെ ഇവിടെ എത്തിച്ച വിവരം വളരെ രഹസ്യമായിരുന്നു. കാരണം ആനപ്രേമികളുടെ ശല്യം കാരണവും ഉപദ്രവം കാരണവും വളരെ രഹസ്യമായിട്ടാണ് ഇവനെ എത്തിച്ചത്. എങ്കിലും രഹസ്യമൊക്കെ വളരെ ലീക്കായി. ഒരുപാട് പേര് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഞാനും രാവിലെ അറിഞ്ഞത്. ഞാനും രാവിലെ തന്നെ പോയി. ചെറുപ്പം മുതലേ ഉള്ള വലിയ ആഗ്രഹങ്ങളാണ് ആനയുമായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ എവിടെ ഉണ്ടെങ്കിലും പോകാറുണ്ട്. വെളുപ്പിനെ പെരുന്നയിലെത്തിച്ച അവൻ്റെ വിവരം ഇപ്പം കാട്ടുതീ പോലെ എല്ലായിടത്തും പരന്നുകൊണ്ടിരിക്കുകയാണ്. ബൈക്കുകളിലും കാറുകളിലും ഒക്കെ ആയിട്ട് സ്ത്രീകളും കുട്ടികളും പെൺകുട്ടികളും എല്ലാം ക്യാമറയും മൊബൈലും ഒക്കെ ആയിട്ട് എത്തിക്കൊണ്ടിരിക്കുക. അത് നിങ്ങൾക്കിനകത്ത് കാണാം. ഓരോരുത്തരും ഭയങ്കര ആനപ്രേമികളാണ്. പ്രത്യേകിച്ച് ദേവീദാസൻ്റെ ആനപ്രേമികൾ ഒരുപാടുണ്ട് പെരുന്നയിൽ. അവനെ ശിവേലിക്ക് വേണ്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ്റെ കയറും പട്ടയും ചങ്ങലയും ഒരുക്കങ്ങളും എല്ലാം ഓരോന്ന് കഴുകി കൊണ്ടുവന്ന് അവനെ അണിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള എല്ലാ ഗജവീരന്മാരും പെരുന്നേ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. ഇന്നുള്ള എല്ലാ ഗജവീരന്മാരും പെരുന്നേ കാവടി വിളക്കിന് എല്ലാവരും മത്സരിച്ചാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അക്കാര്യത്തിൽ പെരുന്നേക്കാർ ഭാഗ്യവാന്മാരുമാണ്. ഇത്രമാത്രം ആനപ്രേമികളുള്ള ഒരു നാട് കേരളത്തിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടാവുമോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. അങ്ങനെയാണ് ഇപ്പം തെച്ചിക്കോട്ടുകാവ് ദേവീദാസനും പാമ്പാടി രാജനും പുതുപ്പള്ളി കേശവനും സാധുവും അതുപോലെ കേശവന്മാർ ഒക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ വരുന്ന കാവടി വിളക്കിന് ആരൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ അവിടെ മത്സരം നടന്നുകൊണ്ടിരിക്കുക. ഓരോരുത്തരും കുറിയിട്ടാണ് കിഴക്കേക്കരയ്ക്കും പടിഞ്ഞാറക്കരയ്ക്കും ഒക്കെ കുറിയിട്ടാണ് എടുത്ത് ബുക്ക് ചെയ്യുന്നത്. അവൻ്റെ തലയെടുപ്പ് കണ്ടോ, നല്ല കരി ഈട്ടിയുടെ നിറമെന്ന് പറഞ്ഞാൽ അവൻ്റെ പതേരി വന്ന പാടുണ്ടെങ്കിലും നല്ല കരി ഈട്ടിയുടെ കളറാണ്. നമുക്കൊന്ന് നേരിട്ട് കാണണം. ഇങ്ങനെ നമ്മൾ വീഡിയോ കാണുന്ന പോലൊന്നുമല്ല ഇരിക്കുന്നത്. ഭയങ്കര തലയെടുപ്പും ഭയങ്കര ഉയരമാണ്. നല്ല ഹൈറ്റാണ് അവനെ കണ്ടു കഴിഞ്ഞാൽ. നല്ല ഐശ്വര്യമൊത്ത നല്ല ലക്ഷണമൊത്ത ഒരാനയാണ്. പിന്നെ ആനപ്പാപ്പന്മാർ 4 പേരോ 5 പേരോ ഉണ്ട്. അതിൽ മെയിനായിട്ടുള്ള പാപ്പ മാത്രമേ അടുത്ത് ചെല്ലാറുള്ളൂ. മറ്റുള്ളവരൊക്കെ ദൂരെ മാറി നിന്നുള്ളതും മെയിൻ പാപ്പാൻ്റെ സാന്നിധ്യമില്ലാതെ ആരും അതിനടുത്തേക്ക് ചെല്ലാറില്ല. അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഇദ്ദേഹമാണ് മെയിനായിട്ടുള്ള പാപ്പാൻ. അപ്പോൾ അവനെ അണിയിച്ചൊരുക്കി ശിവേലിക്കായിട്ട് അമ്പലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഓരോരുത്തരും അവരവരെ കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള ബ്രെഡ്, പഴങ്ങൾ അതൊക്കെ അവനിങ്ങനെ കൈമാറ്റം ചെയ്യുന്നുണ്ട്. അവനെല്ലാം മേടിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ മോറക്കുളങ്ങര മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുന്നിലെ പാർക്കിങ്ങിൽ അവനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. എല്ലാമായി കയറും എല്ലാം കെട്ടി വക്കയൊക്കെ കെട്ടിയൊക്കെ അവനെ റെഡിയാക്കി ചങ്ങലയെല്ലാം വിട്ട് ആനപ്പുറത്ത് ആൾ കയറി ഇനിയിപ്പം ശിവേലിക്കായിട്ട് അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഇനിയിപ്പം നമുക്ക് കാണാനുള്ളത്. അത് നമുക്കൊന്ന് കാണാം. അതിനുശേഷം ശിവേലി ഇന്ന് അല്പം താമസത്തിലാണ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ അവനോട് നിൽക്കുന്നത്. അല്ലെങ്കിൽ ശിവേലിക്ക് നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു. ശാലം താമസം ഉണ്ടെന്ന് അറിയിച്ചതനുസരിച്ചാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ എൻ്റെ ചുറ്റുപാടും എല്ലാം ഇപ്പോൾ ആൾക്കാരാണ്. പ്രേമികളൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. രഹസ്യമായി വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ലീക്കായി കഴിഞ്ഞു. അപ്പോൾ അവനെ കൊണ്ടുപോവാണ്. അവൻ്റെ ഇപ്പോൾ കണ്ടാൽ നമുക്കറിയാം വളരെ ശാന്തനാണെന്നുള്ളത്. അവനെ എപ്പോഴും തുമ്പിക്കൈയെ കൊമ്പിൽ കെട്ടിയാണ് അവൻ നടക്കുന്നത്. അതിനെ അങ്ങനെ ശീലിപ്പിച്ചിരിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ ആനപ്പാപ്പാൻ പറഞ്ഞു ചെയ്യിക്കുന്നതാവാം. അവനെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. ഗോപുര നട കടന്നു ചെല്ലുന്ന അവൻ്റെ അതിമനോഹരമായ ഒരു കാഴ്ച നമുക്കിപ്പോൾ കാണാം. ഗോപുര നടയിലേക്ക്
ഭവ്യോ ഭോഗീശ്വരോ ഭാവ്യോ ഭവനാശോ ഭവപ്രിയാം രമ്യോ ഭയവരോ ഭാവനോ ഭക്തസുപ്രിയ മുക്തിമുക്തിപ്രദോ ഭോഗി ഭഗവാൻ അവ്യവർഷനാം ജ്യേഷ്ഠോ ഭാവനോ ഹനുമാൻ ഭുവനാശ്രയ ക്ഷേമ ക്ഷേത്രക്ഷാമവർദ്ധിത ക്ഷേത്രകാലക്ഷമാധാര ക്ഷേമ ക്ഷേത്രക്ഷമാകരാം ശുദ്രേക്ഷ ശാന്തിദക്ഷേമ നിധിഭൂഷ ക്ഷമാശ്രയ ശാന്തിദാ